ഹീറോസിനെ വെച്ച് സിനിമ ചെയ്യുമ്പോൾ ഒന്നിലധികം ഹീറോസിനെ വെച്ച് ചെയ്യുമ്പോൾ എപ്പോഴും ശ്രദ്ധിക്കുന്ന അത് എഴുത്തിൽ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണെന്ന് എനിക്ക് തോന്നുന്നു. എഴുത്തിലും അതിനൊപ്പം തന്നെ മേക്കിങ്ങിലും. കാരണം രണ്ടുപേരും ഫേസ് വാല്യൂ ഉള്ള, രണ്ടുപേരും മാർക്കറ്റ് വാല്യൂ ഉള്ള, ഫാൻസ് ഉള്ള, എന്താ പറയുക, അങ്ങനത്തെ രണ്ട് താരങ്ങളാണ്. സോ ഫസ്റ്റ് ശ്രദ്ധിക്കുന്നത് രണ്ടുപേർക്ക് നമ്മളായിട്ടൊരു കുഴപ്പം ഉണ്ടാക്കരുത്. പിന്നെ എത്രത്തോളം ഇത്രയും പൊട്ടൻഷ്യൽ, ഹൈ പൊട്ടൻഷ്യൽ ആയിട്ടുള്ള രണ്ട് ആർട്ടിസ്റ്റുകളാണ്. അവരെ എത്രത്തോളം ജെല്ല് ചെയ്ത് ഉപയോഗിക്കാൻ പറ്റും, ഇത്ര മനോഹരമായിട്ട് ഉപയോഗിക്കാൻ പറ്റും എന്നുള്ളത് ശ്രദ്ധിച്ചിട്ടുണ്ട്. അത് എനിക്ക് തോന്നുന്നു സിനിമ ഇവർ രണ്ടുപേരും കണ്ടതാണ്. അത് ഒരാള് മുകളിലോ ഒരാൾ താഴെയോ അങ്ങനെ ആക്കിയിട്ടല്ല ഈ സിനിമ തുടങ്ങുന്നതും തീരുന്നതും. എന്തുകൊണ്ട് തലൈവെന്ന് വരുന്നു? തലൈവനല്ല, തലവൻ. തലവൻ ഈ പറയുന്ന ഈ സിനിമയിൽ എവിടെയും നമ്മൾ ആരാണ് തലവനെന്ന് ഇതുവരെ ഞങ്ങൾ പറഞ്ഞിട്ടില്ല. അത് സിനിമ കണ്ടിട്ട് തീരുമാനിക്കേണ്ട ഒരു കാര്യമാണ്. തീർച്ചയായിട്ടും ഞാൻ ഇതിന്റെ റൈറ്റർ എന്ന് വെച്ചാൽ സംഭാഷണം എഴുതിയിട്ടുള്ള ആളാണ്. കഥയും തിരക്കഥയും വേറെ രണ്ടുപേരെ എഴുതിയിരിക്കുന്നത്. ഞാൻ ഇതിന്റെ സംവിധായകൻ എന്നുള്ള രീതിയിൽ പറയാം. ഇത് ഞാൻ മനസ്സിലാക്കുന്ന തലവൻ സിസ്റ്റം തന്നെയാണ്. പോലീസിലെ വളരെ വാരീഡ് ആയിട്ടുള്ള സിസ്റ്റം തന്നെയാണ് ഇവിടെ തലവൻ എന്ന് പറയുന്നത്. ജിസേട്ടാ, ഇപ്പൊ റിവ്യൂ ബോംബിങ് ഓഡിയൻസിനെ തിയേറ്ററിലേക്ക് എത്തിക്കുന്നില്ല എന്നുള്ളൊരു തോന്നലുണ്ട്. അതോ പ്രേക്ഷകരോട് എന്താണത് പറയാനുള്ളത്? ഒരിക്കലും അങ്ങനെ ഒരു തോന്നലില്ല, ഒരിക്കലും ഇല്ല. അതിനെ നമുക്ക് ഒരിക്കലും ആ ഒരു വിഷയത്തെ എതിർത്ത് ജയിക്കാൻ പറ്റില്ല. അത് എതിർക്കുന്ന ശുദ്ധ മണ്ടത്തരവുമാണ്. കാരണം കാശ് കൊടുത്ത് സിനിമ കണ്ട ഒരാൾക്ക് അവനവന്റെ അഭിപ്രായം എവിടെ നിന്നും പറയാം. വീട്ടിൽ നിന്ന് പറയാം, ക്യാമറ നോക്കി പറയാം, കലിങ്കിന്റെ മുകളിൽ നിന്ന് പറയാം, ബസ്സിലിരുന്നും ട്രെയിനിലിരുന്നും പറയാം. അതിനൊരിക്കലും നമുക്ക് എതിർത്ത് ജയിക്കാൻ പറ്റില്ല. അതിനെ വെൽക്കം ചെയ്യാൻ മാത്രമേ പറ്റത്തുള്ളൂ. നമുക്ക് ഒന്ന് ആലോചിച്ച് നോക്കി. ഇപ്പൊ അരുൺ പറഞ്ഞതിന്റെ തുടർച്ചയാണ് ഞാൻ പറയുന്നത്. കഴിഞ്ഞ ഈ 5 മാസത്തിനുള്ളിൽ എത്ര വലിയ 100 crore 50 crore അവിടെ നിൽക്കട്ടെ, എത്ര മനോഹരമായ സിനിമകളാണ് നമ്മുടെ ഇൻഡസ്ട്രി സമ്മാനിച്ചത്. മറ്റു ദേശത്തുള്ള ഇപ്പൊ ബീച്ചേട്ടൻ പറയുന്നത്, ബീച്ചേട്ടനൊക്കെ മുരുകദോസിന്റെ സിനിമയാണ് ഇപ്പൊ ചെയ്തുകൊണ്ടിരിക്കുന്നത്. മറ്റ് സിനിമയിലുള്ള മറ്റ് ഇൻഡസ്ട്രിയിലുള്ള ആൾക്കാർ നമ്മുടെ ഇൻഡസ്ട്രിയിലെ ആൾക്കാരെ അങ്ങോട്ട് കൊണ്ടുപോകുന്നു. അവര് മലയാള സിനിമയെ വളരെ പോസിറ്റീവായിട്ട് ഉറ്റുനോക്കുന്നു എന്ന് പറയുന്നത് തന്നെ ഈ കാലത്ത് സിനിമ ചെയ്യാനുള്ള ഏറ്റവും വലിയ ധൈര്യമാണ്. എന്ത് കണ്ടന്റും ഇപ്പൊ സിനിമയാക്കാൻ പറ്റുമല്ലോ. അത് വെൽക്കമിങ് ആണ് കേട്ടോ. ഒരു രീതിയിലും അത് വോൾ ഹാർട്ടഡ്ലി പറയുന്നതാണ്. നമുക്ക് ഒരിക്കലും അവരെ കുറ്റം പറയാനോ എതിർക്കാനുള്ള അവകാശമില്ല. അങ്ങനെ വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ. ജിസേട്ടാ, ചില സിനിമകളിലെ ഡയലോഗുകൾ ഉണ്ടല്ലോ, എതിരെ നിൽക്കുന്നതിന്റെ ഉള്ളിൽ മനുഷ്യന് വിരലുകൾ തന്നിട്ടുള്ളത് ചേർക്കാനാണ്. അപ്പൊ ഈ പടത്തില് ഡയലോഗ് എഴുതുമ്പോ അങ്ങനെയുള്ള നന്മ നിറഞ്ഞ ഡയലോഗുകൾ എഴുതാൻ പറ്റാത്തൊരു സങ്കടം ഉണ്ടായിരുന്നു? ഇല്ല, നന്മ നിറഞ്ഞ ഡയലോഗുകൾ എഴുതണമെങ്കിൽ വേറെ ഒരുപാട് മാർഗങ്ങളുണ്ടല്ലോ. നമുക്ക് ഈ പറയുന്ന മറ്റ് പ്രസിദ്ധീകരണങ്ങളിൽ വേണമെങ്കിൽ എഴുതാം. അങ്ങനെയൊന്നുമില്ല. എനിക്ക് ഒരു സിനിമ, ആ സിനിമയ്ക്ക് ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഇപ്പൊ ഞാൻ പാട്ടുകൾ എഴുതുന്നുണ്ട്. ഇപ്പൊ സൺഡേ ഹോളിഡേയിൽ മഴപാടും കുളിരായി എന്നുള്ള പാട്ട് എഴുതിയത് ഞാനാണ്. ഒരു നോക്ക് കാണുവാൻ കാത്തിരുന്നവൾ മിഴിയകന്നു പോയോ എന്ന് എഴുതിയതും അതേ സിനിമയിൽ തന്നെ കണ്ടോ നിന്റെ കണ്ണിൽ പ്രചണ്ഡനം എന്ന് എഴുതിയതും ഞാൻ തന്നെയാണ്. അപ്പോൾ ഒരു സിനിമയ്ക്ക് മാച്ച് ചെയ്യുന്ന രീതിയിലുള്ള സംഭാഷണങ്ങൾ എഴുതുക എന്നുള്ളതാണ് ഉദ്ദേശിക്കുന്നത്. അല്ലാണ്ട് അങ്ങനെ ഒരു ഫോഴ്സ്ഫുള്ളി ചെയ്താൽ എന്തും പോലെ ഏച്ച് കെട്ടിയാൽ മുഴച്ചു നിൽക്കും എന്ന് പറയുന്ന പോലെ അതെപ്പോഴും ശ്രദ്ധിക്കാറുണ്ട്. പ്രത്യേകിച്ച് സിനിമ ഇപ്പൊ വളരെ റിയലിസ്റ്റിക്, ഇപ്പൊ താങ്കൾ ചോദിച്ച പോലെ അത്രയും റിയലിസ്റ്റിക് ആയിട്ട് സംസാരിക്കുന്ന സമയമാണ് സിനിമ. അപ്പോൾ അത്രയും സിമ്പിളായിട്ട് എഴുതാനാണ് ശ്രമിച്ചിരിക്കുന്നത്.